SNDP ആയാലും NSS ആയാലും ധീവരസഭയായാലും വിശ്വകർമ്മ സംഘടനകളായാലും പട്ടികജാതി സംഘടനകളായാലും മറ്റ് ദളിത് സംഘടനകളായാലും എല്ലാവരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ പിന്തുണയ്ക്കുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യം, സമൂഹത്തിന്റെ ആകെ ഐക്യദാർഢ്യം, വിശേഷിച്ച് ക്രൈസ്തവ സഭകളുടെ അടക്കം പിന്തുണ ഹിന്ദു സമാജത്തിന് ലഭിക്കുന്നു. ഹിന്ദു ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതീകമായിട്ട് അയോധ്യയും അവിടുത്തെ പ്രാണപ്രതിഷ്ഠയും മാറിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നാളെ ഞങ്ങളെല്ലാവരും 12:20 മുതൽ 2:30 വരെയുള്ള സമയം പൂർണ്ണമായിട്ടും കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക സങ്കേതങ്ങളിലും ഒരുമിച്ചുകൂടി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള നാമജപത്തിൽ പങ്കെടുക്കും. നാളെ വൈകിട്ട് സന്ധ്യാസമയത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വീടുകളിലും അതിശക്തമായിട്ടുള്ള ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ദീപപ്രോജ്വലനം, ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറയും. നാളെ കേരളത്തെ ആകാശത്ത് നിന്ന് ഒരാൾ ഒരു ചിത്രമെടുത്താൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള കേരളത്തെ, പരശുരാമ ഭൂമിയെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു സവിശേഷമായ ദിനമായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടും. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള UDFന്റെയും LDFന്റെയും കക്ഷികളുടെ തീരുമാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി ഇവിടെ വ്യാഖ്യാനിക്കപ്പെടും. ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ആയിരിക്കും. കോൺഗ്രസ് എടുത്ത, CPM എടുത്ത ഈ ഒരു തീരുമാനം ചരിത്രപരമായ മണ്ടത്തരമായിരിക്കും. അവരെ പിന്തുണയ്ക്കാൻ അവരുടെ അണികൾ പോലും തയ്യാറാവുന്നില്ല എന്നുള്ള സവിശേഷമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒരാക്രമണവും ഇവിടെ വിജയിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിന്റെ വാനമ്പാടി അടക്കമുള്ള ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്കെതിരെ വലിയ പ്രതിരോധമാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് സൈബർ ഇടങ്ങളിലും സൈബർ ബുള്ളിംഗ് നടത്തിയ ജിഹാദി കമ്മി കൊങ്ങികൾക്ക് ഉണ്ടായിട്ടുള്ള മറുപടി. പൊതുസമൂഹമാകെ ഉണർന്നെണീറ്റ് ഞങ്ങളിതൊക്കെ പരിശോധിക്കുന്നുണ്ട്. CPMലെയും കോൺഗ്രസിലെയും നിരവധി പ്രൊഫൈലുകളിൽ നിന്ന്, അണികളുടെ പ്രൊഫൈലുകളിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഗോവിന്ദൻ മാഷിക്ക് ശോഭനയെയും അതുപോലെ തന്നെ ചിത്രയും ഒക്കെ ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റിലാക്കണ്ട എന്നുള്ള ഒരു തിരിച്ചറിവ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടില്ലേ. ദയനീയമായിട്ട് ഗോവിന്ദൻ മാഷിക്കും CPMനും മനസ്സിലായി. അവരുടെ അണികളിൽ നിന്ന് പോലും വലിയ പ്രതികരണമാണ് ഈ ഒരു അയോധ്യയിലെ ചടങ്ങിന് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നത്.